എന്തോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്തേ ചേച്ചി? ഒരു കപ്പ്. എടാ നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നു. പെങ്ങളുട്ടിക്ക് ഒരു പണപ്പെട്ടിയായിരുന്നു ആദ്യം. ആ ഒരു പ്ലാൻ അവിടെ നടക്കാത്തോണ്ട് ഇപ്പൊ പെങ്ങളുട്ടിക്ക് ഒരു വീട് പദ്ധതിയായിരുന്നു. കമന്റ് ബോക്സ് മൊത്തം ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ട് ഇപ്പൊ ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാചുലേറ്റ് ചെയ്തില്ല. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുമ്പ്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? സീക്രട്ട് ഏജന്റിനും ജിൻഡോക്കും ലൈക്ക് നിങ്ങള് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നാണ് എനിക്കറിയാൻ പാടില്ല. പിന്നെ യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. പിന്നെ മറ്റേ വീടിനകത്തിരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഒരു ഉണ്ടാവും റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കേറ്റി വരുന്നുണ്ട്. ചത്തോന്നറിയാൻ വന്നാണല്ലടാ. ചത്തില്ല. അധികം ദേഹം ഇളക്കണ്ട. ഇരയിളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. അത് രസമാണ്, ഫണ്ണാണ്. പിന്നെ ആ വീട്ടിൽ കഴിഞ്ഞ് പുല്ല് അവിടെ ഇട്ടിട്ട് പോകുന്നു. പേരുണ്ടാക്കിയാലേ ഇതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. രക്കൽ എരന്നോണ്ടിരിക്കുന്ന സൈബർ രക്കൽ കമന്റ് ബോക്സിൽ ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ? ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തെ? ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ലൈക്ക് കപ്പ് പിടിച്ച ആളൊപ്പം പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിരുന്ന പോസ്റ്റ് ഇടുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ. അത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാത്ത അഭിഷേക്, അത് കപ്പടിച്ച ജിൻഡോ, ഇത് കപ്പടിക്കാതെ അങ്ങനെയൊന്നും ഇല്ല. കപ്പടിച്ചാൽ ഓബിയസ്ലി ഹീസ് എ വിന്നർ. തുടരുത്, നീ ഇമോഷണൽ ആവരുത്. അല്ലാതെ എനിക്കത് 10 സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടോ യൂതോ ജിൻഡോക്ക് കപ്പടിച്ച് പൊക്കി നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഗതികേട് പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. സിജോ പോയപ്പോ പിന്നെ അത് അഭിഷേക് ഒരു അർജുൻ, ജിൻഡോരൊപ്പം നിന്നത് അർജുനായിരുന്നു. അപ്പോൾ നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അങ്ങോട്ട് കൂടി ഞാൻ പറഞ്ഞത് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ സാധനം വരുള്ളൂ. ഒരാൾ കപ്പടിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവുമല്ലോ. അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ്. പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കുറെ തപ്പി നോക്കി, അവിടെ കാണാനില്ല. സായി കൃഷ്ണനെയും കുറെ നോക്കി, അപ്പൊ അവിടെയും കാണില്ല. ഇപ്പൊ പുതിയ കണ്ണനായിട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പരാജയം. ഞാൻ പോകുന്നു. ബൈ.